നമസ്കാരം. ധനുഷ് ടിപ്സിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 176/2025 ആണ്. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ട്രെയിനി കേരള പോലീസ് സർവീസ് അതിലേക്ക് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ്. പോലീസിംഗ് സെക്ഷനിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തത്, BNSSന്റെ ഏത് വ്യവസ്ഥയാണ് വാറന്റ് ഇല്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വ്യവസ്ഥകൾ വിശദീകരിക്കുന്നത്? BNSSന്റെ ഏത് വ്യവസ്ഥയാണ് വാറന്റ് ഇല്ലാതെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വ്യവസ്ഥകൾ വിശദീകരിക്കുന്നത്? ആൻസർ സെക്ഷൻ 35. സെക്ഷൻ 35 ആണ് BNSSന്റെ വ്യവസ്ഥകൾ വാറന്റ് ഇല്ലാതെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സെക്ഷൻ 35. അടുത്തത്, ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ ഏത് വ്യവസ്ഥയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതത്തിന്റെ സാധുതയ്ക്കുള്ള വ്യവസ്ഥ വിവരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ സെക്ഷൻ 23. ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രസ്താവന 1, BNSലെ സെക്ഷൻ 111 സംഘടിത കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ്. 2, ചില പരിധികൾക്കപ്പുറമുള്ള നടപടികളിൽ നിന്ന് ആ വ്യക്തിയെ തടയുന്ന തരത്തിൽ ആ വ്യക്തിയെ തെറ്റായി തടയുന്നവരെ തെറ്റായി തടയുക എന്ന് വിളിക്കുന്നു. നമ്പർ 3, BNSലെ സെക്ഷൻ 114 ഗുരുതരമായ മുറിവ് വിശദീകരിച്ചിരിക്കുന്നു. 4, BNSലെ സെക്ഷൻ 129 ക്രിമിനൽ ബലപ്രയോഗം നിർവഹിച്ചിരിക്കുന്നു. ശരിയായ ഓപ്ഷൻസ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉമാണ് ശരിയായ ഓപ്ഷൻസ്. അടുത്തത്, ഒരു കൊഗ്നിസിബിൾ കുറ്റകൃത്യം ചെയ്യുന്നത് തടയാൻ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ BNSSലെ ഏത് വ്യവസ്ഥയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ബി സെക്ഷൻ 170. സെക്ഷൻ 170 ആണ് ഒരു കൊഗ്നിസിബിൾ കുറ്റകൃത്യം ചെയ്യുന്നത് തടയാൻ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ BNSSലെ സെക്ഷൻ 170 ആണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം കൊടുക്കുന്നത്. സെക്ഷൻ 170 ആണ് ഒരു പോലീസുകാരന് അധികാരം കൊടുക്കുന്നത്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ സെക്ഷൻ 170 ആണ് ഒരു പോലീസുകാരന് അധികാരം കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, BNSലെ ലൈംഗിക പീഡന കുറ്റകൃത്യത്തെ താഴെ പറയുന്നതിൽ ഏതാണ് നിർവചിക്കുന്നത്? സെക്ഷൻ 75. സെക്ഷൻ 75 ആണ് BNSലെ ലൈംഗിക പീഡന കുറ്റകൃത്യത്തെ വിവരിക്കുന്നത്. സെക്ഷൻ 75 ആണ് BNSലെ ലൈംഗിക പീഡന കുറ്റകൃത്യങ്ങളെ നിർവചിക്കുന്നത്. ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയായത്. രണ്ടാമത്തത്, ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ ഒരാളെ വാറന്റ് ഇല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ജാമ്യത്തിൽ വിടാൻ അർഹതയുണ്ടെന്നും അയാൾക്ക് വേണ്ടി ജാമ്യക്കാരെ ഏർപ്പാട് ചെയ്യാമെന്നും അറിയിക്കണം. അടുത്തത്, സിവിൽ ബലപ്രയോഗം ഉപയോഗിച്ച് സംഘം ചേരുന്നതിനുള്ള വ്യവസ്ഥകൾ BNSSലെ സെക്ഷൻ 148 വിശദീകരിക്കുന്നു. ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് വീണ്ടും ആൻസർ. ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രമാണ് ശരി. ശരി ഓപ്ഷൻസ് നോക്കാം. ചോദ്യം എ ഒരു പ്രത്യേക വിഷം കഴിച്ചു എന്നതാണ്. ആ വിഷം കഴിച്ച മറ്റ് വ്യക്തികൾ ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു എന്ന വസ്തുത വിദഗ്ധർ ആ വിഷത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത് പ്രസക്തമാണ്. അടുത്തത്, എയുടെ മരണം വിഷം മൂലമാണോ എന്നതാണ് ചോദ്യം. എ മരിച്ചതായി കരുതപ്പെടുന്ന വിഷം മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളെ കുറിച്ചുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ പ്രസക്തമാണ്. ശരിക്കും വായിച്ചു ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, കേസിന്റെ വസ്തുതകളും സാഹചര്യങ്ങളും പരിചയമുള്ള ഏതൊരു വ്യക്തിയെയും വാമൊഴിയായി പരിശോധിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന BNSSന്റെ ഏത് വ്യവസ്ഥയാണ്?
ആൻസർ ഓപ്ഷൻ സി സെക്ഷൻ 180. സെക്ഷൻ 180 ആണ് കേസിന്റെ വസ്തുതകളും സാഹചര്യങ്ങളും പരിചയമുള്ള ഏതൊരു വ്യക്തിയെയും വാമൊഴിയായി പരിശോധിക്കുവാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം കൊടുക്കുന്ന BNSSന്റെ വ്യവസ്ഥ. കേസിന്റെ വസ്തുതകളും സാഹചര്യങ്ങളും പരിചയമുള്ള ഏതൊരു വ്യക്തിയെയും വാമൊഴിയായി പരിശോധിക്കുവാൻ വാക്കുകൾ പരിശോധിക്കുവാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം കൊടുക്കുന്ന BNSSന്റെ വ്യവസ്ഥയാണെന്ത്? സെക്ഷൻ 180. സെക്ഷൻ 180 വാമൊഴി പരിശോധന. സെക്ഷൻ 180 ആണ് വാമൊഴി പരിശോധന. മരണകാരണത്തെക്കുറിച്ച് മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തുന്നതിനുള്ള നടപടിക്രമം താഴെ പറയുന്നവയിൽ ഏതാണ് നൽകുന്നത്? മരണകാരണത്തെക്കുറിച്ച് മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തുന്നതിനുള്ള നടപടിക്രമം ഏതാണ്? ആൻസർ BNSSലെ സെക്ഷൻ 196. BNSS സെക്ഷൻ 196 ആണ് മരണകാരണത്തെക്കുറിച്ച് മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ. ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ആൻസർ. 1ഉം 2ഉമാണ് ശരി എന്നുള്ളത്. ഒരു കാരിക്കേച്ചർ രേഖയാണെന്നുള്ളതാണ്. ഏതൊരു വ്യക്തിയും ബോധവാന്മാരായിരിക്കുമ്പോൾ ഏതൊരു മാനസികാവസ്ഥയും വസ്തുവായി കണക്കാക്കുന്നു. ഒരു കാരിക്കേച്ചർ ഒരു രേഖയാണ്. ഏതൊരു വ്യക്തിയും ബോധവാന്മാരായിരിക്കുമ്പോൾ ഏതൊരു മാനസികാവസ്ഥയും വസ്തുവായി കണക്കാക്കുന്നു. അടുത്തത് BNS പ്രകാരം കൊലപാതകത്തിൽ നിന്ന് കുറ്റകരമായ കൊലപാതകത്തെ വേർതിരിക്കുന്ന വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സെക്ഷൻ 101 ആണ്. സെക്ഷൻ 101 ആണ്. സെക്ഷൻ 101 BNS പ്രകാരം കൊലപാതകത്തിൽ നിന്ന് കുറ്റകരമായ കൊലപാതകത്തെ വേർതിരിക്കുന്ന വകുപ്പ്. കൊലപാതകത്തിൽ നിന്നും കുറ്റകരമായ കൊലപാതകത്തെ വേർതിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 101. BNS പ്രകാരം സെക്ഷൻ 101. അടുത്തത് ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ ഏത് വ്യവസ്ഥയാണ് മരിച്ച വ്യക്തികൾ നടത്തുന്ന പ്രസ്താവനകളുടെ പ്രസക്തി കൈകാര്യം ചെയ്യുന്നത്? ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ ഏത് വ്യവസ്ഥയാണ് മരിച്ച വ്യക്തികൾ നടത്തുന്ന പ്രസ്താവനകളുടെ പ്രസക്തി കൈകാര്യം ചെയ്യുന്നത്? ആൻസർ സെക്ഷൻ 26. സെക്ഷൻ 26 ആണ് മരിച്ച വ്യക്തികൾ നടത്തുന്ന പ്രസ്താവനകളുടെ പ്രസക്തി കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് മനുഷ്യക്കടത്ത് കുറ്റകൃത്യം ഇനി പറയുന്ന പ്രകാരം നിർവഹിച്ചിരിക്കുന്നു. മനുഷ്യക്കടത്ത് കുറ്റകൃത്യം. ആൻസർ BNSലെ സെക്ഷൻ 143 ആണ് കുറ്റകൃത്യം. മനുഷ്യക്കടത്ത് കുറ്റകൃത്യം BNSലെ സെക്ഷൻ 143 പ്രകാരം നിർവഹിച്ചിരിക്കുന്നു. മനുഷ്യക്കടത്ത് BNS സെക്ഷൻ 143. മനുഷ്യക്കടത്ത് BNS സെക്ഷൻ 143. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ ഏത് വ്യവസ്ഥയാണ് തെളിവ് എന്നതിനെ നിർവചിക്കുന്നത്? ആൻസർ സെക്ഷൻ 2E. സെക്ഷൻ 2E ആണ് തെളിവ്. സെക്ഷൻ 2E ആണ് തെളിവ്. അടുത്തത് 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നത് നിർവഹിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഇതെല്ലാം അഭിപ്രായങ്ങൾ, ഉപദേശങ്ങൾ, സാമ്പിളുകൾ, മോഡലുകൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അഭിപ്രായങ്ങൾ, ഉപദേശങ്ങൾ, സാമ്പിളുകൾ, മോഡലുകൾ ഇതെല്ലാം വിവരം എന്നതിനെ നിർവചിക്കുന്നു. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നത് അഭിപ്രായങ്ങൾ, ഉപദേശങ്ങൾ, സാമ്പിളുകൾ, മോഡലുകൾ ഇവയെല്ലാം കൊണ്ടും നിർവചിച്ചിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അവിടെ പറയുന്നത് ഏതാണ് 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 1A ശരിയായ പതിപ്പ്? 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 1A ശരിയായ പതിപ്പ് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സംസ്ഥാനത്തിന്റെ സുരക്ഷ, തന്ത്രപരമായ, ശാസ്ത്രീയ അല്ലെങ്കിൽ സാമ്പത്തിക താല്പര്യങ്ങളെയും വിദേശ രാഷ്ട്രവുമായുള്ള ബന്ധത്തെയും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തൽ. ഒന്നുകൂടി, ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും
സംസ്ഥാനത്തിന്റെ സുരക്ഷ, തന്ത്രപരമായ, ശാസ്ത്രീയ അല്ലെങ്കിൽ സാമ്പത്തിക താല്പര്യങ്ങളെയും വിദേശ രാഷ്ട്രവുമായുള്ള ബന്ധത്തെയും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 1A സൂചിപ്പിക്കുന്നത്. പരമാധികാരം, അഖണ്ഡത, ശാസ്ത്രീയ സാമ്പത്തിക താല്പര്യങ്ങൾ, രാഷ്ട്രീയ ബന്ധം, കുറ്റകൃത്യത്തെ പ്രേരിപ്പിക്കുക. ഇത്രയും ഷോർട്ടായി നോക്കാം. സെക്ഷൻ 11(1) പ്രകാരം ഏതെങ്കിലും മൂന്നാം കക്ഷിക്ക് രേഖാമൂലമുള്ള നോട്ടീസ് നൽകാൻ കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എത്ര സമയം നൽകിയിട്ടുണ്ട്? ആൻസർ ഓപ്ഷൻ എ 5 ദിവസം. 5 ദിവസം. ഇന്ത്യൻ ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1, 2, 3 ശരിയാണ്. ഒരു വിദേശ സംസ്ഥാനത്തിൽ നിന്നും ഒരു ഇന്ത്യൻ പൗരനും ഒരു പദവിയും സ്വീകരിക്കാൻ പാടില്ല. സംസ്ഥാനം നൽകുന്ന ഒരു പദവിയിൽ ഒരു സൈനിക പദവിയുടെ സ്വഭാവത്തിൽ വിലക്കില്ല. സൈനികമോ അക്കാദമിക് പദവിയോ അല്ലാത്ത ഒരു പദവിയും സംസ്ഥാനം നൽകുന്നതല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ ഇതെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗം നൽകുന്ന അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പരിഹാരങ്ങളുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി അതിന്റെ റിട്ട് അധികാര പരിധിയിൽ വിനിയോഗിക്കാവുന്ന എല്ലാ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരങ്ങളും അതിന്റെ അധികാര പരിധിയുടെ പ്രാദേശിക പരിധിക്കുള്ളിൽ പ്രയോഗിക്കാൻ പാർലമെന്റിന് നിയമം വഴി മറ്റേതൊരു കോടതിയെയും അധികാരപ്പെടുത്താം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് ഇതിനെ വ്യവസ്ഥ ചെയ്യുന്നത്? 3-ാം ഭാഗമാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന 3-ാം ഭാഗം നൽകുന്ന അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പരിഹാരങ്ങളുടെ പശ്ചാത്തലത്തിൽ. 3-ാം ഭാഗം അവകാശങ്ങളുടെ അതിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് സുപ്രീം കോടതി റിട്ട് അധികാര പരിധിയിൽ വിനിയോഗിക്കാവുന്ന എല്ലാ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരങ്ങളും അതിന്റെ അധികാര പരിധിയുടെ പ്രാദേശിക പരിധിക്കുള്ളിൽ പ്രയോഗിക്കാൻ പാർലമെന്റിന് നിയമം വഴി മറ്റേതൊരു കോടതി അധികാരപ്പെടുത്താം. ഇത് ഏത് ഭരണഘടനാ വ്യവസ്ഥയാണ്? ആൻസർ ഓപ്ഷൻ സി ആർട്ടിക്കിൾ 32(3). പരിഹാരം എന്നത് 32 ആണ്. 32(3)ലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 32 പരിഹാരമാണല്ലോ, പരിഹാരങ്ങളാണ്. ഭരണഘടന പ്രതിനിധിക്കുള്ള പരിഹാരങ്ങളാണ് അവിടെ പറയുക. 32(3)ലാണ് സുപ്രീം കോടതിയുടെ ഈ നിയമത്തെ കുറിച്ച് പറയുന്നത്. അടുത്തത്, രാഷ്ട്രം നിരന്തരം ഉയർന്ന തരത്തിലുള്ള പരിശ്രമത്തിലേക്കും നേട്ടത്തിലേക്കും ഉയരുന്നതിന് വ്യക്തിഗതവും കൂട്ടായതുമായ പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിലും മികവ് പുലർത്താൻ പരിശ്രമിക്കേണ്ടത് പൗരന്റെ കടമയാണെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഈ വ്യവസ്ഥ അനുശാസിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആർട്ടിക്കിൾ 51(a). 51(a)(j) ആണ്. 51(a). 51(a) നിർദ്ദേശ തത്വങ്ങളാണ് അല്ല. 51(a) മാർഗനിർദ്ദേശ തത്വങ്ങൾ. 51(a)(j) ആണ് ഇതിലേക്ക് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു വ്യവസ്ഥയാണ് ഒരു പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തിന് കമ്പനിയിലെ അംഗമെന്ന നിലയിലും കമ്പനിയുടെ മറ്റംഗങ്ങളുമായി പൊതുവായി ഏതെങ്കിലും സർക്കാർ കരാറിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്ന ഒരു സംയോജിത കമ്പനിയുടെ ലാഭത്തിൽ അത്തരം പ്രവൃത്തിയെ മോശം പെരുമാറ്റമായി കണക്കാക്കാതെ തന്നെ പങ്കെടുക്കാൻ അനുവദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 317(a) ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തന്റെ പദവിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഇന്ത്യ ഗവൺമെന്റിന് കീഴിലോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ കീഴിലോ കൂടുതൽ പദവികൾക്ക് അർഹതയുള്ളവനായിരിക്കില്ലെന്ന് അനുശാസിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി 148(4) കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ പദവിയെ കുറിച്ച് പറയുന്നതാണ്. ആർട്ടിക്കിൾ 148(4). 148(4) താഴെ പറഞ്ഞ വ്യവസ്ഥകളിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിനായി ഒരു സംസ്ഥാന ഗവർണർ ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കേണ്ടത്? ആൻസർ ആർട്ടിക്കിൾ 243(i) ആണ്. 243(i) ആണ്. ഓക്കെ. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി 243 ആണ്. താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിനായി ഒരു സംസ്ഥാന ഗവർണർ ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കേണ്ടത്? 243(i) ആണ്.
അടുത്തത് വിവര സാങ്കേതിക നിയമത്തിലെ സെക്ഷൻ 43A പ്രകാരം ഒരു കോർപ്പറേറ്റ് ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥനാണ്. ആൻസർ ഓപ്ഷൻ ബി. ന്യായമായ സുരക്ഷാ രീതികളും നടപടിക്രമങ്ങളും പാലിക്കുന്നതിൽ പരാജയപ്പെടുകയോ അതുവഴി ഏതെങ്കിലും വ്യക്തിക്ക് തെറ്റായ ലാഭമോ നഷ്ടമോ ഉണ്ടാക്കുകയും ചെയ്യുന്നു. സെക്ഷൻ 43A. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66B പ്രകാരം ഒരു വ്യക്തി ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ശിക്ഷിക്കപ്പെടും. ആൻസർ ഓപ്ഷൻ സി ആണ്. മോഷ്ടിക്കപ്പെട്ടതെ അറിഞ്ഞോ വിശ്വസിക്കാൻ കാരണമുണ്ടായോ, മോഷ്ടിക്കപ്പെട്ട ഏതെങ്കിലും കമ്പ്യൂട്ടർ ഉറവിടമോ ആശയവിനിമയ ഉപകരണമോ സത്യസന്ധതയില്ലായ്മയോ സ്വീകരിക്കുകയോ കൈവശം വെക്കുകയോ ചെയ്യുക. IT ആക്ട് സെക്ഷൻ 66B. അടുത്തത് 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 67B പ്രകാരം കുട്ടികളെ ലൈംഗികമായി പ്രകടമാക്കുന്ന പ്രവർത്തികൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷോഭനം ചെയ്യുകയോ ചെയ്തതിന് ആദ്യമായി ചെയ്യുന്ന കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി. 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴ. സൈബർ കുറ്റകൃത്യ അന്വേഷണങ്ങൾ ഉപയോഗിക്കുന്ന IPDRന്റെ പൂർണ്ണ രൂപം എന്താണ്? IPDRന്റെ പൂർണ്ണ രൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ സി. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റിപ്പോർട്ട്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റിപ്പോർട്ട്. സൈബർ അന്വേഷണത്തിൽ തത്സമയ ഫോറൻസിക്കിന്റെ ഉദ്ദേശത്തെ ഇനി പറയുന്നവയിൽ ഏതാണ് നന്നായി വിവരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി. പ്രവർത്തിക്കുന്ന ഒത്തിക്ക് നിന്നും നഷ്ടപ്പെടുന്നതിന് മുൻപ് അസ്ഥിരമായ ഡേറ്റ ശേഖരിക്കൽ. പ്രവർത്തിക്കുന്ന നിന്നും നഷ്ടപ്പെടുന്നതിന് മുൻപ് അസ്ഥിരമായ ഡേറ്റ ശേഖരിക്കൽ. അസ്ഥിരമായ ഡേറ്റ ശേഖരിക്കൽ. അടുത്തൊരു സ്റ്റാറ്റിക് IP വിലാസത്തെ ഇങ്ങനെയാണ് ഏറ്റവും നന്നായി വിവരിക്കുക. സ്റ്റാറ്റിക് IP വിലാസം. ആൻസർ ഓപ്ഷൻ ഡി. സ്ഥിരമായി നിലനിൽക്കുന്നതും സ്വമേധയാ കോൺഫിഗർ ചെയ്തതുമായ ഒരു IP. DOSന്റെ ആക്രമണങ്ങൾ വികസിപ്പിക്കുക. DOSന്റെ ആക്രമണങ്ങൾ വികസിപ്പിക്കുക. DOS എന്ന് പറഞ്ഞ ഡിനയൽ ഓഫ് സർവീസ്. ഡിനയൽ ഓഫ് സർവീസ്. ഒരു സ്ത്രീ ഇന്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കാൻ നിരീക്ഷിക്കുന്ന ഏതൊരു പുരുഷനും ഡാഷ് എന്ന കുറ്റകൃത്യം ചെയ്യുന്നു. സൈബർ പിന്തുടരൽ. ഒരു സ്ത്രീ ഇന്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കാൻ നിരീക്ഷിക്കുന്ന, അത് നോക്കുന്ന ഏതൊരു പുരുഷനും സൈബർ പിന്തുടരുന്ന കുറ്റകൃത്യം ചെയ്യുന്നു. സൈബർ പിന്തുടരൽ. CSIRT വികസിപ്പിക്കുക. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡന്റ് റെസ്പോൺസ് ടീം. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡന്റ് റെസ്പോൺസ് ടീം. CSIRT. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡന്റ് റെസ്പോൺസ് ടീം. ഇതിന്റെ പറഞ്ഞാൽ ഏതാണ് ഡിജിറ്റൽ ഫോറൻസിക്കിന്റെ ശാഖകൾ? മുകളിൽ പറഞ്ഞവ എല്ലാം. ഡിസ്ക് ഫോറൻസിക്, പ്രിന്റർ ഫോറൻസിക്, നെറ്റ്വർക്ക് ഫോറൻസിക്. അടുത്തത് വ്യക്തിപരമായ വളർച്ചയ്ക്കും സ്വയം യാഥാർത്ഥ്യമാക്കലിനും ഊന്നൽ നൽകുന്ന മനഃശാസ്ത്ര സമീപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. ഹ്യൂമാനിസ്റ്റിക്. ചില ഉത്തേജകങ്ങളിൽ തിരഞ്ഞെടുത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രക്രിയ എന്ത് വിളിക്കുന്നു? ചില ഉത്തേജകങ്ങളിൽ തിരഞ്ഞെടുത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ശ്രദ്ധ എന്ന്. ഗസ്റ്റാൾട്ട് സൈക്കോളജിയെ കുറിച്ചുള്ള ഇനി പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? ഗസ്റ്റാൾട്ട് സൈക്കോളജിയെ കുറിച്ചുള്ള
പ്രസ്താവനയിൽ ഏതാണ് ശരി എന്ന്? ഗസ്റ്റാൾട്ട് സൈക്കോളജി, ഓപ്ഷൻ സി ആൻസർ. ഗസ്റ്റാൾട്ട് സൈക്കോളജി അതിന്റെ ഭാഗങ്ങളുടെ ആകത്തുകയേക്കാൾ വലുതാണെന്ന് വിശ്വസിക്കുന്നു. ഗസ്റ്റാൾട്ട് വലുതാണെന്നാണ് വിശ്വസിക്കുക. അതിന്റെ ഭാഗങ്ങളുടെ ആകത്തുകയേക്കാൾ വലുതാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, മുൻവിധിയെ വിവേചനത്തെയും കുറിച്ചുള്ള ഏത് പ്രസ്താവന ശരിയാണ്? ആൻസർ ഓപ്ഷൻ സി. മുൻവിധി എന്നാൽ മനോഭാവം എന്നും വിവേചനം എന്നാൽ പെരുമാറ്റം എന്നുമാണ്. എറിക്സന്റെ അഭിപ്രായത്തിൽ കൗമാരകാലത്തെ പ്രാഥമിക മാനസിക സാമൂഹിക സംഘർഷം ഇവയാണ്: ഐഡന്റിറ്റി വേഴ്സസ് റോൾ ആശയക്കുഴപ്പം. മനഃശാസ്ത്രത്തിൽ മോഡലിംഗിനെ ഏറ്റവും നന്നായി ഉദാഹരണമാക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. അനുകരണത്തിലൂടെയുള്ള പഠനം.